ഇനിയും 5 മണിക്കൂർ കൂടി പോൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ ഒരു കാര്യം, എനിക്ക് നാഷണൽ പൊളിറ്റിക്സ് കൂടി കുറച്ചൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് പൊയ്ക്കോട്ടെ. നിശ്ചയമായും നമുക്ക് മഹാരാഷ്ട്രയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ പകുതി കഴിഞ്ഞു, രണ്ടാം പകുതി. അതെ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കണം. രാജ്യമേറെ ശ്രദ്ധിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 40% കഴിഞ്ഞെങ്കിൽ അവിടെ അത്രയൊന്നും ആയിട്ടില്ല. പോളിംഗ് മന്ദഗതിയിലാണ്. എന്താണ് സംഭവിച്ചത് നോക്കാം. 11 മണി വരെയുള്ള ഒഫീഷ്യൽ ഡാറ്റയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് 18.14% മാത്രമാണ് ആകെ പോളിംഗ്. അതായത് നമ്മൾ 10 മണിക്ക് മുമ്പ് തന്നെ അതിലേക്കൊക്കെ എത്തിയതാണ്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 11 മണി വരെയുള്ള കണക്കനുസരിച്ച് 20% താഴെയാണ് പോളിംഗ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആർ കെ. നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കുറച്ചധികം സമയം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പാലക്കാട്ട് കനത്ത പോളിംഗ് ആണ്. മഹാരാഷ്ട്രയിൽ എന്ത് പറ്റി? പോളിംഗ് ശതമാനം കുറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? നഗരത്തിലാണോ ഗ്രാമമേഖലകളിലാണോ? സുജയ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ഈ നിൽക്കുന്നത് മുംബൈ നഗരത്തിലെ ഒരു ബൂത്തിന് മുമ്പിലാണ്. ബോറ ബസാറിലുള്ള ഒരു ബൂത്തിന് മുന്നിലാണ് കാണുന്നത്. ഒരു അല്പസമയം മുമ്പ് ഈ ബൂത്തിന് മുമ്പിൽ ഒരു 4-5 പേരുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഏതാണ്ട് രാവിലെ മുതലുള്ള ഒരു അവസ്ഥ. ഇങ്ങനെ തന്നെയാണ് ഈ നഗരത്തിലുള്ള എല്ലാ ബൂത്തുകളിലെയും അവസ്ഥ. ഇത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 20% എത്തിയിട്ടില്ല. 11 മണി വരെ ഉള്ള കണക്കെടുക്കുമ്പോൾ സുജയ് ചോദിച്ചതുപോലെ ഈ വോട്ടിങ്ങിനോട് വൈമുഖ്യം കാട്ടുന്നവരിൽ കൂടുതൽ പേർ നഗരവാസികളാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എല്ലാവർക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. വോട്ട് ചെയ്യാനായിട്ട് ഉള്ള അവധി സ്വകാര്യ മേഖലയിൽ അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അവധിയൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ടെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നതിൽ അവരൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ വിദർഭ അടക്കമുള്ള മേഖലകളിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്. അവിടെയൊക്കെ ഈ വരൾച്ചയൊക്കെ കൂടുതൽ ബാധിച്ചിട്ടുള്ള മേഖലയാണ്. അപ്പോൾ മൊത്തത്തിലൊരു നിസ്സംഗത വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടോ എന്നൊരു സംശയം മഹാരാഷ്ട്രയിൽ വീണ്ടും ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് രണ്ട് മുന്നണികളുടെയും കണക്കുകൂട്ടലുകളെ, ഒരുപക്ഷെ മുംബൈയിലെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇങ്ങനെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന ഒരു വിലയിരുത്തൽ നടത്താം. അങ്ങനെയുണ്ടെങ്കിൽ വിദർഭ ആവേശത്തോടെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. വിദർഭയിൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമാണ് എന്ന് പറയാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഈ ശതമാനത്തിലുണ്ടായിരിക്കുന്ന കുറവ് ഇനി 1:30 മണിക്കാണ് 1 മണി വരെയുള്ള കണക്ക് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. ആ ഘട്ടത്തിൽ എത്ര ശതമാനം വരെ എത്തി എന്നത് നമുക്ക് അറിയാം. ഏതായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡാറ്റ എത്തേണ്ടതുണ്ട്. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അത് പ്രഖ്യാപിക്കുന്നതൊക്കെ നല്ല സമയമെടുത്തിട്ടുള്ള പ്രോസസ്സാണ്. എന്തായാലും സാധാരണഗതിയിൽ നമുക്കറിയാവുന്നത് ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെയും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒരു ആവറേജ് ശരാശരി 60% മുകളിലൊക്കെ പോളിംഗ് നടക്കാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു 1 മണി വരെയുള്ള സമയം വരുമ്പോൾ ഏതാണ്ട് ഒരു 30-35% പോളിംഗ് നടന്നാലേ 60% മുകളിലേക്ക് പോളിംഗ് എത്തുകയുള്ളൂ. അപ്പം ആ ഡാറ്റയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 11 മണി വരെയുള്ള 20% എന്ന് പറയുന്ന അത്ര മോശമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ കാണിക്കുന്ന ആ ബൂത്ത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവിടെ ആൾ കുറവാണ്. വോട്ട് ചെയ്തവരൊക്കെ ആർക്കേഡ് അടുത്ത് വന്ന് വിരലൊക്കെ ഉയർത്തി കാണിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന ആളുകളെല്ലാം അവർക്ക് ഈ മാധ്യമങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ നഗരത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ണി സാർ പറഞ്ഞതുപോലെ ചില ആൾക്കാരുടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അവരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നഗരമേഖലയിൽ സംസാരിക്കുമ്പോൾ അവർ ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനി ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധ രൂപം എന്ന വിധത്തിൽ വോട്ടിങ് വേണോ എന്നതൊക്കെ ചോദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഗ്രാമമേഖലയിലേക്ക് പോകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വികസന പദ്ധതികൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ഈ കടമടക്കമുള്ള കാര്യങ്ങൾ ഈ വരൾച്ചാ മേഖലയിലൊക്കെ പോകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അതിൻ്റെ ഒരു നിസ്സംഗത കാണാനുണ്ട്. ഏതായാലും 1:30 മണിക്കാണ് ഇനി അടുത്ത കണക്ക് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാധാകൃഷ്ണൻ, വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല രാഷ്ട്രീയ പിളർപ്പുകളും കൂറുമാറ്റങ്ങളും ഒക്കെ ആ ജനത കണ്ടതാണല്ലേ. ശിവസേന രണ്ടാകുന്നു, അതേപോലെ NCP രണ്ടാകുന്നു, കോൺഗ്രസും BJPയും മാത്രമാണ് അവിടെ പിളരാതെ നിൽക്കുന്ന രണ്ട് പാർട്ടികൾ. അപ്പോൾ ഏത് ഫാക്ഷനാണ് ആധിപത്യമുള്ളത് എന്ന് തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് NCPയെ സംബന്ധിച്ചിടത്തോളം, ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ കൂറുമാറ്റവും ഒക്കെ കാണുമ്പോൾ, ഈ പിളർപ്പുകളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അക്കാര്യത്തോടൊക്കെ വലിയൊരു എന്താ പറയുക ഒരുതരം മരവിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതൊക്കെ ബാധിച്ചിട്ടുണ്ടാകുമോ ഈ തെരഞ്ഞെടുപ്പിനെ?
തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇവിടെയുള്ള ആളുകളെടുക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വിഭാഗത്തിലെയും NCPയുടെയും ശിവസേനയുടെ ഒരു ശക്തി മേഖലയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ ബോറ ബസാറൊക്കെ. മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ വരുമ്പോഴും മഹാരാഷ്ട്രയിലെ പല ഇടങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഈ കേഡർ സംവിധാനത്തിൽ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാനില്ല എന്നുള്ളതാണ്. രണ്ട് വിഭാഗങ്ങളായി മാറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഭാഗങ്ങളിൽ അവർ ശക്തി തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ആ വിധത്തിൽ പോൾ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.